ഗൈസ് അപ്പോൾ അനുമോളുടെ ലൈവ് വന്നിരിക്കുകയാണ്. 50 മിനിറ്റ് ലൈവ് ഉണ്ട്, അതിൽ ചെറിയൊരു ഭാഗം. ഓക്കെ, ലാസ്റ്റ് ആയിട്ട് എല്ലാവരും പറയുന്നത് ബിഗ് ബോസ് എന്ന ഷോ കഴിഞ്ഞു, 100 ദിവസം കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ടും ഒത്തിരി പേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ഈ ചെളി വാരി അറിയുന്നുണ്ട്. എനിക്കത് പറയുന്നില്ല, പറയുന്നത് പറഞ്ഞോട്ടെ. പിന്നെ ഈ പറയുന്ന പോലെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് ഞാൻ പറയുന്നത്, കുറച്ച് പേര് പറയാണ് എൻ്റെ പേര് പറഞ്ഞ് ദയവ് ചെയ്ത് ആരോട് വഴക്കുണ്ടാക്കാനോ അവിടെ പോയി എന്നെ കുറ്റം എന്നെ മോശമായിട്ട് പറയുന്നതൊക്കെ പോയിട്ട് ബാക്ക് കമന്റിലാണെന്ന് പോകരുത്, പറയുന്നത് പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിരിക്കുക. പിന്നെ ഇങ്ങനെ കമന്റ് ഇട്ട് അവർക്ക് എന്ത് കിട്ടുന്നു ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഞാനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ ഇപ്പോൾ ഹാപ്പിയാണ്. ഞാൻ അവിടെ നിന്ന് ബിഗ് ബോസ് ഇറങ്ങിയ ശേഷം ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് വിളിച്ചും പറഞ്ഞതാണ്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് വിചാരിക്കേണ്ട, ഹാപ്പി ആയിട്ട് ഇരിക്കുക, ഇഗ്നോർ ചെയ്ത് വിടുക, പിന്നെ മൈൻഡ് ആക്കരുത്, പിന്നെ വിഷമിക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിഷമമൊന്നുമില്ല കേട്ടോ, ഞാൻ കമന്റ് വായിക്കാൻ പോകുന്നില്ല. പിന്നെ എല്ലാവർക്കും പറയാം, ഞാൻ പറഞ്ഞില്ലേ ഇന്ന് പോസിറ്റീവ് പറഞ്ഞ ആൾക്കാർ നാളെ നെഗറ്റീവ് പറയാം. എല്ലാവരും ഈ നെഗറ്റീവ് പറഞ്ഞത് തന്നെയാണ് ഇപ്പോൾ നെഗറ്റീവ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അനുമോളുന്ന വ്യക്തിയെ ഇവിടെ വരെ എത്തിച്ചത്. അതുകൊണ്ട് എനിക്ക് എല്ലാവർക്കും സ്നേഹം മാത്രമേ ഉള്ളൂ. അതാണ് ആ ക്വാളിറ്റി, അത് മനസ്സിലാക്കുന്ന ഒരു ക്വാളിറ്റി അനുമോൾക്ക് ഉണ്ട്. അതാണ് നമ്മൾ ലാസ്റ്റ് നിമിഷമായാലും സപ്പോർട്ട് ചെയ്യാൻ നിന്നത്. കാരണം അനുമോൾ മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ തെറ്റ് ചെയ്തത്, അത് ഫസ്റ്റ് മനസ്സിലാക്കുക. അതായത് പുറത്തിറങ്ങിയിട്ടും കരിവാരി തേക്കാന്ന് പറഞ്ഞു. അതായത് കിറ്റി ഗൈസ്, ദൈവത്തിൻ്റെ കാവ്യനീതി ഗൈസ്, കാലത്തിൻ്റെ കാവ്യനീതി ഗൈസ് എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു ടോക്സിക് ഗ്രൂപ്പിൽ വന്ന മെസ്സേജ് വന്നിട്ട് ഒലത്തിയപ്പോൾ അവർ വിചാരിച്ചില്ല എന്താണ് കാവ്യനീതി, എന്താണ് അവൾ അറിഞ്ഞിട്ടില്ല എന്താണ് കാവ്യനീതി എന്നുള്ളത്. ഇതാണ് അവൾക്ക് കപ്പ് കിട്ടിയതിനാണ് കാവ്യനീതി എന്ന് പറയുന്നത്. കാരണം 42% 57%. ഈ 42% ചിലപ്പോൾ അനുമോൾക്ക് ചിലപ്പോൾ 45 46% 4% 2% ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. പക്ഷേ നിങ്ങളുടെ ഒരു റീ എൻട്രി കാരണം അത് ഉണ്ടായത് അത്രയും ടോപ്പിലേക്കാണ് പോയത്. അത് ഫസ്റ്റ് മനസ്സിലാക്കുക. ഏതോ ടോക്സിക് ഗ്രൂപ്പിൽ വന്ന മെസ്സേജ് കണ്ടിട്ട് ഇതാണ് കാവ്യനിധി ഗൈസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ പൈസ കൊടുത്ത് നിങ്ങളും PR ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങനെ തെളിയാതെ കിടക്കുകയാണ്. അനുമോളുടെയും 14 ലക്ഷം തെളിഞ്ഞിട്ടില്ല. അനുമോൾ തുറന്ന് പറഞ്ഞത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് കിട്ടിയത്. അതായത് അനുമോൾക്ക് വേണമെങ്കിൽ അനുമോളുടെ PRO ORO ചെയ്ത ആൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പൊളിക്കാം, പക്ഷേ ആൾ ചെയ്തിട്ടില്ല. അത് അവരുടെ ക്വാളിറ്റിയാണ്. ഓക്കെ, ആ ക്വാളിറ്റി മനസ്സിലാക്കി പെരുമാറുക. വെറുതെ ഈ ഒരു ക്വാളിറ്റി ഫസ്റ്റ് മനസ്സിലാക്കുക. നമ്മൾ അവർക്ക് തല്ലുകൂടി ഇതാക്കൊന്നുമല്ല. ഒരു ഗെയിം ഷോ ആ രീതിക്ക് എടുക്കാൻ പറ്റില്ല, ഞാൻ ശരിക്കും പോവരുത്. ഓക്കെ, അവൾക്ക് ആ കപ്പ് കിട്ടിയെങ്കിൽ അത് ഡിസേർവ്ഡ് ആണ്. അല്ലാതെ മുഴുനീളം നിന്ന ഒരു ഫേക്ക് ഗെയിമറാണ്, ഒരു ഫേക്ക് ഗെയിമർക്ക് കിട്ടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അനുമോൾക്ക് അത് കിട്ടിയത്. കാരണം ഈ സീസണിലും കഴിഞ്ഞ സീസണിലും നല്ല പ്ലേയേഴ്സ് ഇല്ല. അത് ഫസ്റ്റ് മനസ്സിലാക്കുക. ഇത് കാണുന്നവർ മനസ്സിലാക്കുക. നമുക്കത് മനസ്സിലായതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. ഈ സീസണിൽ സർവൈവർ എന്ന നിലയ്ക്ക് അനുമോൾക്കല്ലാതെ വേറെ ആർക്കും അത് കിട്ടാനുള്ള യോഗ്യത ഇല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വാളിറ്റി കൊണ്ടും ഈ ഒരു അവളുടെ വേറൊരു കാര്യം, ഇന്ന് ലൈവ് ഇട്ടത് ഇപ്പോൾ 1 ലക്ഷത്തിൻ്റെ മേലെ പോയി വ്യൂസ്. കാരണം ഇന്നൊരു വീഡിയോ ഇട്ടത് 60K മേലെ പോയി. അത്രയും ഫാൻസ് ഉണ്ട്, ഓൾറെഡി ഓർഗാനിക് ഫാൻസ് ഉണ്ട്. ഇനി ഇതും PR ആണെന്ന് പറയും. ഇപ്പോഴും PR നിർത്തിയിട്ടില്ല എന്ന് പറയുമോ, എനിക്കറിയുന്നില്ല. അത് ഫസ്റ്റ് മനസ്സിലാക്കുക. കാരണം ബുദ്ധി കൊണ്ട് ചിന്തിക്കുക, കോമൺ സെൻസ് നോക്കുക. കോമൺ സെൻസിൻ പോലെ നമുക്കൊരു കോമൺ സെൻസ് ഉണ്ട്, ആ കോമൺ സെൻസ് വേണം ലൈഫിൽ എപ്പോഴും. ഓക്കെ, മനസ്സിലാക്കുക. എല്ലാം PR അല്ല. PR എല്ലാവർക്കും ഉണ്ട്, പക്ഷെ എല്ലാം PR അല്ല.